ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷന്റെ ക്ലാസ് ഒന്നിടുമോന്ന്. അതിന് മുമ്പ് ഞാൻ നേരത്തെ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കും. ഓക്കെ, നമുക്ക് അതിപ്പം നോക്കാം എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എന്തുവാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ നമ്മള് ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക്, അല്ലെങ്കിൽ അവര് നമ്മളെ കാണുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാ ഒരു ഇംപ്രഷൻ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവും. ഒരാളെ കാണാൻ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ആയിരിക്കും, കുറച്ചുകൂടി ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്കൊരു പിക്ചർ ഉണ്ടാവും മനസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മൾ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാട്ടിലും മേലെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ നമ്മളെ പറ്റി തോന്നുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മളെ പറ്റി അവർക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയായിരിക്കും. നമ്മളിപ്പോ ഇനി എത്ര ആദ്യം നമ്മൾ അവിടെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും അവരുടെ മനസ്സിൽ അത് തന്നെയായിരിക്കും കിടക്കുക. രണ്ടാമത് പോയിട്ട് നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ ഉള്ളില് ആ ഒരു ഇതുണ്ടാവും, പൊളൈറ്റ്നെസ്. ഓ, നല്ല മനുഷ്യനെന്ന് കണ്ടത്, നല്ല എത്ര ഇതായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഒരു ഇത് തോന്നും. ഓക്കെ, പൊളൈറ്റ്നെസ് തോന്നും നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ. അതേസമയം അയാൾ റഫ് ആൻഡ് റഫ് ആയിട്ട് സംസാരിക്കുക, അത്ര നന്നായിട്ട് സംസാരിക്കത്തില്ല, പൊളൈറ്റ് ആയിട്ടൊന്നും സംസാരിക്കത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചറേ കിടക്കത്തുള്ളൂ. പിന്നീട് അയാൾ നല്ല നല്ലതായിട്ട് സംസാരിച്ചാലും എത്ര പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചാലും പിന്നീട് നമുക്കത് തോന്നത്തില്ല. എന്നുവെച്ചാൽ ആദ്യം എങ്ങനെയായിരുന്നോ അതായിരിക്കും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടാവുക. പിന്നീട് അത് എത്ര സ്വഭാവം നന്നായാലും നമ്മളത് ചിന്തിക്കത്തില്ല. ആദ്യം അത് ഇങ്ങനെയല്ലേ പെരുമാറിയെന്ന് നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും, ഒരാൾ പുതിയ ഇപ്പൊ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് കുറച്ച് പൊളൈറ്റ് ആയിട്ടും താഴ്മയോടെ കുറച്ച് ഡീസെന്റ് ആയിട്ടും, നമ്മളെപ്പറ്റി നമ്മളെപ്പോഴും ജെന്യൂൻ ആയിട്ട് ഇരിക്കുക, നമ്മുടെ ഉള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കുള്ളിൽ ഒരു വിശ്വാസം വരും. അപ്പൊ അത് വരുമ്പോഴത്തേക്കും അവർക്കുള്ളിൽ തോന്നി നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെ തോന്നും. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിന്റെ കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെയാ എങ്ങനെയൊക്കെയാ വരുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടത് അതിനൊരു മീനിങ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഈവൻ വെൻ വൺ പേഴ്സൺ ഫസ്റ്റ് എൻകൗണ്ടർ അനദർ പേഴ്സൺസ് ആൻഡ് ഫോംസ് എ മെന്റൽ ഇമേജ്. വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ ഒരു പിക്ചർ ഉണ്ടാക്കും നമ്മളെ പറ്റി. നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് പലരെയും കാണുന്നുണ്ട്. ഇപ്പൊ ഡെയിലി നമ്മളിപ്പോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പല ആൾക്കാരെയും നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ, ബസ്സിലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യും. അപ്പൊ നമ്മളോട് സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ ഓർക്കാറുണ്ട്, ഓ ഇന്നാളെ മീറ്റ് ചെയ്തായിരുന്നു, എത്ര നല്ല സ്വഭാവമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ ആയിരിക്കണം. നമ്മളിപ്പോ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും അവരെ പറ്റി. അപ്പൊ അത് നല്ലൊരു വിനിയാണ്, അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോ ആദ്യത്തേത് നല്ല സ്വഭാവം, രണ്ടാമത്തേത് നമ്മൾ അത്ര നന്നായിട്ട് അവരോട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സിൽ കിടക്കുന്ന ആദ്യത്തെ ആ ഒരു പിക്ചറാണ്. എനിക്ക് എന്ത് പറ്റി, അത് നന്നായിട്ട് ബിഹേവ് ചെയ്താണോ, നല്ല ഇതായിരുന്നു, നല്ല പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചല്ലോ എന്നൊക്കെ അവരുടെ ഉള്ളിൽ തോന്നും. അപ്പൊ അവര് രണ്ടാമത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവര് ചിന്തിക്കുമോ എന്തെങ്കിലും പ്രശ്നം കാണും, അങ്ങനെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ യൂഷ്വലി. അവര് എത്ര മോശക്കാരായാലും നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതാണ് നമ്മളിപ്പോ ആദ്യത്തെ പിക്ചറാണ് ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ വരിക. ഓക്കെ, ഇനി നമുക്ക് പീപ്പിൾ ആർ ഗോയിങ് ടു റിമെമ്പർ യു. ആൾക്കാരൊക്കെ നമ്മൾ എങ്ങനെയാ ഓർക്കാന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാ അവർ നമ്മളെ ഓർക്കുക, നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരാള്. ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും നല്ല രീതിയിൽ ഇംപ്രസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ നല്ല രീതിയിൽ ഇംപ്രസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കാം. റിമെമ്പർ പീപ്പിൾ ആർ മച്ച് മോർ ലൈക്ലി റിമെമ്പർ യു ദാൻ സമ്മൺ എൽസ്. വേറെ ആരെങ്കിലും ഓർക്കുന്നതിനെക്കാട്ടിലും നമ്മളെ ഓർക്കും. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും അത്. ഇപ്പൊ അവർ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കും, അവർ എന്തായാലും നമ്മളെ ഓർക്കും. ഇപ്പൊ നമ്മൾ തന്നെ നോക്കും, നമ്മളെ ലൈഫിൽ എത്ര ആൾക്കാര് വന്നും പോയി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വന്നു പോയിരിക്കും നമ്മൾ ഓരോരുത്തരെ ഓർക്കാറുണ്ട്. ഇപ്പൊ പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ നല്ലതാണെങ്കിൽ നമ്മൾ എന്നെന്നും അത് ഓർക്കുന്നുണ്ട്, നമ്മൾ എന്നെന്നും അത് ഓർക്കും. നമ്മൾ ആ ഒരു ബിഹേവിയർ നമുക്ക് അവരെ അത്രത്തോളം മനസ്സിൽ അത്രത്തോളം അവർക്കുള്ള വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മൾ ഓരോരുത്തരെ കാണുന്നതാണല്ലോ, അപ്പൊ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
you then someone else who made a little or no impression at all. ലൈക്ലി വെച്ചാൽ ഒരാൾ ഇംപ്രഷനെ ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ മനസ്സിൽ നേരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കില് അതൊന്നും എന്താ പറയാ പറ്റത്തില്ല. വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരേറെ നേരം സാധിച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മൾ ഓർക്കത്തില്ല. ഇപ്പൊ നമ്മൾ പല ആൾക്കാരെ മീറ്റ് ചെയ്യാം, ചിലർ റഫ് ആൻഡ് ടഫ് ആയിരിക്കും, റോഡിലും പല സ്ഥലത്ത് ഇപ്പൊ ജോലിക്കൊക്കെ പോവാണെങ്കിൽ കോളേജിൽ പഠിക്കാനോ അല്ലെങ്കിൽ ഓരോ പല ആൾക്കാരും നമ്മൾ ദിവസം കാണുന്നതാ. അപ്പൊ നമ്മൾ പലരും നമുക്കത് ഒരു ഇംപ്രഷൻ നമുക്ക് അവർക്ക് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ ഓർക്കത്ത് പോലും ഇല്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഓർക്കുക, എപ്പോഴും റിമെമ്പർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹൗ ടു മേക്ക് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ, എങ്ങനെയാണ് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ. കൺസിഡർ യുവർ അപ്പീരിയൻസ്, അത് നമ്മുടെ അപ്പീരിയൻസ് ഒക്കെ നമ്മൾ നല്ലതുപോലെ കൺസിഡർ ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പൊ അവരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിൽ എടുക്കുക, നമ്മൾ നല്ലതുപോലെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പിന്നെ മേക്ക് ഐ കോണ്ടാക്ട്, നമ്മൾ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണി നോക്കി തന്നെ സംസാരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ഒരു കള്ളത്തരം ഇല്ല എന്നുള്ളത്. നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാം. പിന്നെ സ്മൈൽ, നമ്മളിപ്പോ ചിരിക്കുക, ഒരു പുഞ്ചിരി, എന്നുവെച്ചാൽ ഒത്തിരി പൊട്ടി ചിരിക്കുന്നില്ല, ചെറിയൊരു പുഞ്ചിരി സ്മൈൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സ്മൈൽ വെച്ച് സംസാരിക്കുമ്പോൾ അവർക്കും അതൊരു പോസിറ്റീവ് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. പിന്നെ ഷേക്ക് ദേ ഹാൻഡ്, നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ അറിയാം, ഇപ്പൊ നമ്മളിങ്ങനെ ഷേക്ക് ഹാൻഡ് എന്നിട്ട് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഷേക്ക് ഉണ്ട്, അങ്ങനെ കൈ കൊടുക്കുമ്പോൾ ഷേക്ക് ഹാൻഡ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ഷേക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ജെന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കൈ അരമട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പൊ ഷേക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യണം. സ്പീക്ക് ആൻഡ് ലിസൺ, നമ്മൾ അവരോട് സംസാരിക്കണം നല്ലതുപോലെ, എന്നിട്ട് അവർ പറയുന്നതും കൂടി നമ്മൾ കേൾക്കണം. നമ്മൾ കേൾക്കുന്ന മാത്രമായിരിക്കും അവരുടെ ഉള്ളിൽ ആ ഒരു ഇംപ്രഷൻ ഉണ്ടാവുക. അപ്പൊ അവർക്ക് തോന്നും ഞാൻ പറഞ്ഞേക്കെ അവർ കേൾക്കുന്നുണ്ടെന്ന്. എന്നിട്ട് നമ്മളും സംസാരിക്കുക. പിന്നെ ബോഡി ലാംഗ്വേജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മളിങ്ങനെ എന്താ നമ്മൾ കൈയും കെട്ടി നിൽക്കരുത്, നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ നിൽക്കുക. ഇപ്പൊ ഇരിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ഡീസെന്റ് ആയിട്ടൊക്കെ ഇരിക്കുക, കാലിന് കാലിട്ട് ഇരിക്കാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ഒരു ഡീസൻസി ഉണ്ട്, ഫോർമൽ ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. ബോഡി ലാംഗ്വേജ് എപ്പോഴും ശ്രമിക്കുക. കൈ ഇങ്ങനെ തോളെ വെച്ച് കൈ ഒരുമാതിരി വെച്ച് നീ കാല് ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ ഒരു ഒരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മതിക്ക് കൈ വെച്ച് സംസാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ബോഡി ലാംഗ്വേജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇംപ്രഷൻ വന്നത്. ഇത്രയും നമ്മൾ ഇംപ്രഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്തത് വാട്ട് ആർ ദ ബെസ്റ്റ് വേസ് ടു ക്രിയേറ്റ് എ ബോൾഡ് ഫസ്റ്റ് ഇംപ്രഷൻ. എന്തൊക്കെയായിരിക്കും നമുക്ക് ഫസ്റ്റ് ബോൾഡ്, അതായത് നല്ല ബോൾഡ് കിട്ടാനായിട്ട് ഫസ്റ്റിൽ തന്നെ അവർക്കൊരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഡ്രസ്സിങ് ആണ്, നമ്മൾ ആദ്യം നല്ല ഡ്രസ്സ് ചെയ്ത് പോവുക. അവരെന്നു ഓർക്കും. നമ്മളിപ്പോ സാരി ഉടുത്താലും ചുരിദാർ ഇട്ടാലും അല്ലെങ്കിൽ ഫോമൽ ഷോർട്ട് പാന്റ് ഇട്ടാലും ഇപ്പൊ കാഷ്വൽ ഇട്ടാലും കൂടി നമ്മൾ അതിനൊരു രീതിക്ക് ഡ്രസ് ചെയ്ത് പോവുക. കാണുന്ന ആൾക്കാർക്ക് അവർക്കതേ തോന്നും, നല്ലൊരു ഇംപ്രഷൻ തോന്നും. അപ്പൊ നമ്മൾ വേറെ സിമ്പിൾ പ്ലെയിൻ ആൻഡ് ഫോമൽ, നമ്മൾ അത്ര സിമ്പിൾ ആയിട്ടും ഫോമൽ ആയിട്ടും ഒക്കെ പോവാ. ഇപ്പൊ നമ്മള് പാർട്ടിക്ക് പോകുന്ന പോലെ ഒരാൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇവരെന്ത് ഈ ഡ്രസ് ഇട്ടോണ്ട് നടക്കുന്നത് എന്ന് തോന്നും, മനസ്സിൽ തോന്നും അവർക്ക്. പക്ഷെ അവർ പറയത്തില്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നും. അപ്പൊ നമ്മൾ ഫോമൽ ആയിട്ടുള്ള ഡ്രസ്സും അത്ര ഹെവി അല്ലാത്തതും ഒക്കെ നമ്മൾ ധരിക്കുക. അപ്പൊ അവർക്ക് കാണുമ്പോ തന്നെ ഒരു ഇംപ്രഷൻ തോന്നും ഉള്ളില്. പിന്നെ ഹെയർ സ്റ്റൈൽ ഇപ്പൊ ആമ്പിള്ളാരൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ നല്ലപോലെ ചീകി ഒതുക്കി നല്ല രീതിയിലൊക്കെ നിൽക്കുക. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്കൊരു ഇംപ്രഷൻ വരും. പിന്നെ പെർഫ്യൂം ഓർഡർ ട്രൈ ടു അവോയ്ഡ്, വെച്ചാൽ പെർഫ്യൂം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരുമാതിരി മണമൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണോ കാഷ്വൽ ആയിട്ട് റെയർ ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ നമ്മൾ അടിക്കുക. ഓവർ മണം വരുന്നതൊന്നും നമ്മൾ അടിക്കാണ്ടിരിക്കുക. അതൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സ്മെല്ലൊന്നും ചിലർക്കൊന്നും എല്ലാ പെർഫ്യൂമും ഒന്നും പിടിക്കത്തില്ല. അതിന്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് തലവേദനയോ അങ്ങനത്തെ ഇഷ്യൂസ് വരാം. സോ നമ്മൾ അത് നോക്കുക. ഒരമിറ്റീവിനും അത്രയും സ്മെല്ല് കുറച്ചുള്ള പെർഫ്യൂംസ് ഒക്കെ നമ്മൾ നല്ല ഇതാക്കാൻ നോക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നത് ഒരു ഒരു ഫ്ലവർ ആണെങ്കിലും പൂവിന്റെ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതാണെങ്കിലും കുറച്ചൊരു ഇത് വരുന്ന രീതിയിലുള്ള പെർഫ്യൂംസ് ഒക്കെ അടിക്കാനായിട്ട് നോക്കുക. പിന്നെ നെയിൽസ് വെൽ ഗ്രൂം, ഇപ്പൊ ആണുങ്ങളുടെ കേസിൽ എങ്ങനെ നഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വെക്കുക. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ കേസ് നഖമൊക്കെ വളർത്തുവര്, നഖമൊക്കെ വളർത്തുമ്പോഴത്തേക്കും അതൊക്കെ നല്ലപോലെ ട്രിം ചെയ്ത് എന്നുവെച്ചാൽ ഷേപ്പ് ചെയ്ത് നീറ്റായിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നീറ്റായിട്ട് ഭംഗിയായിട്ട് വെക്കുക. കാലായാലും കൈയാലും നല്ലപോലെ നഖമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബോഡി ലാംഗ്വേജ് ഓൾവേസ് സിറ്റ് സ്ട്രൈറ്റ്, അപ്പൊ നമ്മൾ ഇരിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. നമ്മൾ ഒടിഞ്ഞു കുത്തി ഇരിക്കരുത്, കാലിന് കാല് വെച്ച് അങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് നമ്മൾ അങ്ങനെ ഒന്നും ഇരിക്കുക. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുക. അതൊക്കെ അവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കും നമ്മളോട്. അപ്പൊ ഇത്രയാണ് നമുക്ക് അവരോടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഹെയർ സ്റ്റൈല്, പിന്നെ ഡ്രസ്സിങ്, പെർഫ്യൂം, ബോഡി ലാംഗ്വേജ്, നെയിൽസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഒന്നും കൂടി ഉണ്ട്, സ്റ്റാൻഡിങ് പൊസിഷൻ. നമ്മളിപ്പോ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണം. നമ്മൾ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ
സ്റ്റാൻഡ് സ്ട്രൈറ്റ്, വെയർ സിമ്പിൾ ബ്ലാക്ക് ഷൂ. നമ്മൾ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഷൂസ്, അതായത് ഫോർമൽ. ഓരോരുത്തർ മറ്റേ ഹെവി ഷൂസ് ഒന്നും ഇടാതെ നോർമൽ ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊക്കെ നിൽക്കും. സ്ട്രൈറ്റ് ആയിട്ട് അറ്റൻഷൻ വന്ന് നിൽക്കാന്നല്ല, നമ്മൾ കൈയും കെട്ടി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ ഫോർമലി എങ്ങനെയാ നിൽക്കുന്ന ഒരു ഇതായിട്ടുള്ള രീതിയിലൊക്കെ നിൽക്കുക നമ്മൾ. ഓക്കെ, വെൻ യു മീറ്റ് എ പേഴ്സൺ വാട്ട് യു ഷുഡ് ഡു. നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാളെ നമ്മൾ സപ്പോസ് ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുക, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വാം സ്മൈൽ. ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു വാം സ്മൈൽ, ഒരു ചെറിയൊരു പുഞ്ചിരി, ഒത്തിരി അല്ല, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ചിരിക്കും ഒരാളെ കാണുമ്പോഴത്തേക്കും. പിന്നെ ബി പഞ്ച്വൽ. ഇപ്പൊ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കൃത്യനിഷ്ഠത പാലിക്കുക. നമ്മൾ അവിടെ ഇപ്പൊ അവർ ഒരു 9 മണിയാ പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു 8:55 ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം. അവിടെ എത്തുന്നതിന് മുന്നേ എങ്കിലും എത്തണം, എന്നാലേ അവർക്കൊരു പഞ്ച്വാലിറ്റി തോന്നത്തുള്ളൂ, നമ്മൾ കൃത്യനിഷ്ഠ ഒരു ആളാണെന്നും എന്ന് അവർക്ക് തോന്നത്തുള്ളൂ. പിന്നെ റൈറ്റ് ഹാൻഡ് ഷേക്ക്. നമ്മൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് വേണം ഷേക്ക് ഹാൻഡ് ആയിട്ട് കൊടുക്കുക, ഒരിക്കലും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊടുക്കരുത്. പിന്നെ ബി പോസിറ്റീവ് ആൻഡ് ഷോ കോൺഫിഡൻസ്. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, ഒരിക്കലും നെഗറ്റീവ് കൊണ്ടുവരരുത്. പിന്നെ കോൺഫിഡന്റ്, ആത്മവിശ്വാസം കൈവിടരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് തോന്നണം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടെന്നും നമ്മൾ നേരും നെറിയൊക്കെ ഉണ്ടെന്നൊക്കെ അവർക്ക് തോന്നണം. നമ്മളിപ്പോ അതുപോലെ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഡ്രസ് പ്രോപ്പർലി, അതായത് നമ്മൾ നീറ്റായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുക. ഇപ്പോൾ ഷർട്ടും പാൻറ്റും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, നല്ലപോലെ ഇൻസേർട്ട് ചെയ്ത് ബെൽറ്റ് ഇടുക. ടൈ ഇട്ട് ഓവർ ആക്കരുത്. നമ്മൾ ടൈ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇൻസേർട്ട് ഒക്കെ ചെയ്ത് ബെൽറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുക. ഇപ്പൊ ചുരിദാർ, ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഡ്രസ്സിന് ചുരിദാർ ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മൾ ഓവറായിട്ട് വൃത്തിയേടായിട്ട് അവർക്ക് എന്താ വൃത്തിയേടായിട്ട് തോന്നുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാതിരിക്കുക. നല്ലപോലെ ചുരിദാർ ആണെങ്കിലും ഷാളൊക്കെ അങ്ങനെയൊക്കെ പിൻ ചെയ്ത് വെക്കുക. അങ്ങനെ യൂഷ്വലി അങ്ങനത്തെ ഉള്ള ഡ്രസ് മേക്ക്. ഇപ്പൊ മുടിയൊക്കെ ആണെങ്കിൽ കൂടുതലും അയച്ചിടാണ്ടിരിക്കുക, അയച്ചിട്ടാൽ തന്നെ അതിന് ഭംഗി വേണം. ഭംഗിയില്ലാത്ത ചുമ്മാ അയച്ചിടരുത്. നമ്മൾ ക്ലിപ്പെങ്കിലും ഇട്ടിട്ട് പോവുക, അവർക്ക് കാണുമ്പോൾ തന്നെ അയ്യേ ഇതെന്തുവാന്ന് അവർക്ക് തോന്നരുത്. അപ്പൊ നമ്മൾ ഡ്രസ്സിങ് സെൻസ് നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ ബി യോർസെൽഫ്. നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പറയും, ജെന്യൂൻ ആയിട്ട് തന്നെ പറയാം. നമ്മൾ എന്ത് ജോലി ചെയ്താലും സത്യസന്ധമായിട്ട് പറയാം ഇന്ന ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളത് ഇന്ന ജോലിയല്ല ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജെന്യൂനിറ്റി മറച്ചു വെക്കുക. നമ്മൾ എന്താണോ, നമ്മൾ ആരാണോ എന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ പറയാം. പിന്നെ ലിസൺ കെയർഫുള്ളി. ഇപ്പൊ അവർ എന്തുവാണ് നമ്മളോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്താണ് അവർ പറയുന്നത്. പിന്നെ മെന്റലി പ്രസന്റ്. നമ്മളിപ്പോ അവർ പറയുന്നത് നമ്മളിപ്പോ മൈൻഡ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവുക അങ്ങനെയൊന്നും ചെയ്യരുത്. അവർ പറയുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മെയിൻറ്റെയിൻ ബോഡി ലാംഗ്വേജ്. നമ്മൾ ബോഡിയുടെ ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക. അവരിപ്പോ ഒരു കാര്യം സംസാരിക്കുന്നേക്കും നഖം കടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ കൈയും കെട്ടി നിൽക്കുക, അതൊക്കെ ഒരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ അത് ചെയ്യാണ്ടിരിക്കുക. അതാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. ഓക്കെ, ഇപ്പൊ ഡെസന്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഡോൺ ഇന്റർഫിയർ. അതായത് അവർ സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക, നമ്മൾ ഇന്റർഫിയർ ചെയ്യരുത്. പിന്നെ ഡോൺ ടോക്ക് ടു മച്ച്. ഒത്തിരി ഓരോരുത്തർക്ക് സ്വഭാവമുണ്ട് ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത്. സംസാരിച്ച് നമുക്ക് തന്നെ ചിലപ്പോൾ ബോർ അടിക്കും. അതേപോലെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക. പിന്നെ ഡോൺ മേക്ക് പ്രൊഫൈൽ പീപ്പിൾ ബോർ. ആൾക്കാരെ ബോർ അടുപ്പിക്കുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ഒന്നും കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കുക. ഓക്കെ, പിന്നെ ഡോൺ ഹറി. നമ്മൾ സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് വേഗത്തിൽ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവതരിപ്പിക്കുക, ഒന്നും ചെയ്യുക. നമ്മൾ പതുക്കനെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. ഡോൺ ഹേർട്ട് എനിവൺ. ആരെ ഹേർട്ട് ചെയ്ത രീതിയിലുള്ള വാക്കുകൾ അതേപോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ പെരുമാറാണ്ടിരിക്കുക. പിന്നെ ഡോൺ ബി നെഗറ്റീവ്. നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കരുത് ഒരിക്കലും. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വേണം അവർക്കും തോന്നാനായിട്ട്. നമ്മളിപ്പോൾ ആ രീതിയിൽ വേണം പെരുമാറാൻ. പിന്നെ ഡോൺ ബി ടു ഫ്രണ്ട്ലി. ഇപ്പൊ നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അവരോട് നമുക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആവാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് അവരുടെ സ്വഭാവം ക്യാരക്ടർ ശരിക്കും അറിയില്ല. ഇപ്പൊ ഒരാളെ ആദ്യം തന്നെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം, അവരാരാണ്, എന്താ അവരുടെ ഉദ്ദേശം നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ അതുപോലെ ആവാനായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ ക്ലോസ് ആവരുത്. കാരണം വെച്ചാൽ അവര് നമ്മൾ 2-3 ടൈം 4 ടൈം ഒക്കെ മീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അവരുടെ യഥാർത്ഥ പിക്ചർ മനസ്സിലാവുന്ന ഒന്നാമത്തെ കാര്യം. അവരുടെ സ്വഭാവം എന്താണെന്ന്, നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് അപ്പഴേ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണമെന്നില്ല അല്ല ആരാരും പറഞ്ഞ സത്യമായിട്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പോയി നമുക്ക് മനസ്സിലാവത്തില്ല. എന്തായാലും ഒരാള് സത്യസന്ധ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഇടയിൽ തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഏത് മനുഷ്യനായാലും സംസാരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ അവർ പോലും അറിയേണ്ട അതങ്ങ് പുറത്തേക്ക് വരും. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളാണ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടേണ്ടത്. ആദ്യം തന്നെ നമ്മൾ
ഒരിക്കലും യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാണ്ടിരിക്കുക. ഓക്കെ, ഡോണ്ട് ബൈ ടു മച്ച് കോസ്റ്റ്ലി ഗിഫ്റ്റ്. ഇപ്പൊ ഒരു കാണാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ ഒരുപാട് പൈസ മുടക്കി ഇപ്പോ 10,000 അല്ലെങ്കിൽ 1000 അങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കാണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ആരാ എന്താ സ്വഭാവം എന്ന് അറിയത്തില്ല. നമ്മൾ കുറഞ്ഞ പൈസക്ക് ഇപ്പൊ ഗിഫ്റ്റ് മേടിക്കുന്നത് കുറഞ്ഞ പൈസക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മേടിക്കുക നമ്മൾ. പക്ഷെ നമുക്ക് അറിയത്തില്ല അവരുടെ കാര്യം എന്തുവാ എങ്ങനെയാണൊക്കെ. നമ്മൾ കൂടുതൽ മേടിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു കാര്യമില്ല. അവരെ ഗിഫ്റ്റ് ചിലപ്പോൾ മേടിക്കും, മേടിച്ചോണ്ടങ്ങ് പോകും. നമുക്ക് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അവര് കുറഞ്ഞ പൈസക്ക് ഗിഫ്റ്റ് മേടിക്കുക, അത് അവർക്കത് വലിയൊരു ആശ്വാസം. അവര് അത് നോക്കും, ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോ കൂടുതൽ ക്ലോസ് ആയാൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് നമ്മൾ അത്ര പൈസയുടെ വാല്യൂയും കൂടി നമ്മൾ നോക്കണം. അത് കൂളായിട്ട് മേടിച്ച് കൊടുക്കരുത്. ഡോണ്ട് ബിലീവ് ഇൻ ആരും നമ്മൾ വിശ്വസിക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു, ഇപ്പൊ നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യമൊക്കെ ജെന്യൂൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളെ വിശ്വസിക്കാൻ പോകരുത്. പക്ഷെ നമുക്ക് ഒരാളെ കാര്യം നമുക്ക് അറിയത്തില്ല, ഒരാളെ മീറ്റ് ചെയ്തെന്ന് മനസ്സിലായാലെ വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ കുറെ ആളെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മളിപ്പോ എന്താ വിശ്വസിക്കാന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കേണ്ടവരെ മാത്രമേ നമ്മൾ വിശ്വസിക്കാവുള്ളൂ. വെച്ചാൽ നമ്മളെ അവരെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ അവര് നമ്മളോട് പറയുന്ന കാര്യങ്ങള്, അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ബിലീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളവരെ വിശ്വസിക്കാനേ പാടില്ല. ഓക്കെ, പിന്നെ ഡോണ്ട് ഗെറ്റ് അഫ്രൈഡ്. അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പേടിച്ച് സംസാരിക്കുമ്പോൾ അതൊന്നും നമ്മൾ ചെയ്യരുത്. ഓക്കെ, നമ്മൾ പേടിക്കാണ്ട് ഇതായിട്ടൊക്കെ സംസാരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഫസ്റ്റ് ഇംപ്രഷന്റെ ഡ്രസ് കോഡിങ്ങും, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും, പിന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡ്രസ്സിന്റെ കാര്യങ്ങളായാലും എന്തൊക്കെയായാലും നമ്മൾ ഏതൊക്കെ രീതിയിലൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നും, ബോഡി ലാംഗ്വേജ്, പിന്നെ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കുണ്ടാവുന്ന ഇംപ്രഷനും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമന്റായിട്ട് മിൻ ചെയ്ത് വെച്ചേക്കാം. ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ തന്നെ ഞാൻ ഡീറ്റെയിൽസും അതിന്റെ കോഴ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ടിപ്സ്, അതേപോലെ എന്തെങ്കിലും മോട്ടിവേഷൻസ് ഇതിനോടൊക്കെ ഞാൻ കുറെ മോട്ടിവേഷന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മോട്ടിവേഷന്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഞാൻ കുറെ ക്ലാസ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇവിടെ തന്നെയുണ്ട്. ഞാൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഞാനൊരു മടിയും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ചാനല് കാണുന്ന മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ആണെങ്കിൽ കമന്റും ചെയ്യാവുന്നതാണ്. ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്റെ ഈ ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ബോറിംഗ് ആണോ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചും വളരെ കെയർഫുൾ ആയിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ബോറടിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ഭാവിയിൽ നല്ലത് വരും. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തായാലും ഇതുപോലത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് സോ അപ്പൊ എല്ലാവർക്കും വേണ്ടി അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ, സീ യു.